വർഗീയതയും മതത്തിന്റെ പേരിൽ കലഹവും നടക്കുന്ന ഇക്കാലത്ത് തളിക്കുളം ബദ്രിയ മസ്ജിദ് കേരളത്തിന് തന്നെ മാതൃകയാണെന്ന് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ഉമർ ബാഗവി പഴയന്നൂർ അഭിപ്രായപ്പെട്ടു. ബദ്രിയ മസ്ജിദിൽ നടത്തിയ സമൂഹ നോമ്പുതുറ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബദ്രിയ മസ്ജിദിൽ ജാതിമത ഭേദമന്യേ സമൂഹ നോമ്പുതുറ നടത്തി വരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം 400ഓളം പേർ പങ്കെടുത്തു. ചടങ്ങിൽ മസ്ജിദ് ഇമാം മജീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ബദർ ദിനത്തിന്റെ ഭാഗമായി രാവിലെ 200ഓളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തി. കമ്മിറ്റി അംഗങ്ങളായ ഷെഫീഖ് ഹുസൈൻ, സിറാജുദ്ദീൻ PM, എ ബഷീർ, അബൂബക്കർ, ഷെലിൻ, അൻവർ, റെനീഷ്, അസ്ഹർ, ബഷീർ, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിശുദ്ധ റമളാനിലെ 17 ദിവസം ബദരിയ നിസ്കാര പള്ളിയെ ചുറ്റി ഇവിടെ അധിവസിക്കുന്ന, ഇവിടെ താമസിക്കുന്ന എല്ലാ മത ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളും സംഘടിക്കുന്ന വളരെയധികം മാതൃകാപരമായ പകർത്താവുന്ന കേരളീയ മോഡലും കേരളീയ തന്മയും പിടിച്ചോടുന്ന ഒരു സമൂഹ നോമ്പുതുറയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാലം ആവശ്യപ്പെടുന്നതും നാടിന് സമർപ്പിക്കേണ്ടതും നാം പകർത്തേണ്ടതുമായ മഹത്തായിരിക്കുന്ന ഒരു മാതൃകാപരമായ സംരംഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ നോമ്പ് ഒരു വിശപ്പ് അല്ലെങ്കിൽ കേവലം ഒരു പട്ടിണി മാത്രമല്ല. അവനെ കുറിച്ചറിയാനും ദാഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഭൗതികമായി അതിൻ്റെ വിഷമതകളും പ്രയാസങ്ങളും അറിയുമ്പോൾ സ്വയം ത്യാഗം ചെയ്യുമ്പോൾ, സ്വയം കരുത്താർജിക്കുക, പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യാനുള്ളത് പഠിക്കുക കൂടിയാണ്. രോഗത്തിന് മതമില്ല, വിശപ്പിന് മതമില്ല, ദാഹത്തിന് മതമില്ല. വിശപ്പും ദാഹവും എന്നുള്ളത് എല്ലാവർക്കുമുള്ള ഒന്നാണ്. ഒരു വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ ഇലാഹിയായ ദൈവികമായ ഓർമ്മ മനുഷ്യരിലേക്ക് കടന്നു വരും. പട്ടിണി, വിശപ്പ് മാറുക എന്നുള്ളത്, മാറ്റുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള ഒന്നാണ്. പ്രവാചകനായ മൂസ അലൈഹിസ്സലാം അള്ളാഹു മൂസ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? മൂസാ നബി അള്ളാഹുവിന് മുന്നിൽ നിരത്തുന്ന ഒരുപാട് സൽക്രമങ്ങളുടെ പട്ടികയിൽ, ആ പട്ടികയിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ നിനക്ക് നമസ്കരിച്ചു, നിനക്ക് ഞാൻ വ്രതമെടുത്തു, നിന്റെ മതത്തെ, നിന്റെ ഗ്രന്ഥത്തെ, നിന്റെ അടിമകളെ, നിന്റെ മനുഷ്യകുലത്തിനെ ഞാൻ പ്രബോധവൽക്കരിച്ചു.
ഞാൻ ഒരുപാട് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, മനുഷ്യനെ സദുപദേശിച്ചു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് പടച്ചവൻ പറഞ്ഞത്, അതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതാണ്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ സമയത്ത് മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമേതാണ്? അല്ലയോ മൂസ, നിന്റെ അടുക്കൽ വിശന്നവനായ ഒരാൾ വന്നില്ലയോ, അവനെ നീ ഊട്ടിയോ? ആ ഊട്ടുന്നതാണ് എനിക്കുള്ള അമൽ, എന്റെ അമൽ, എനിക്കുള്ള കർമ്മം. ദാഹിച്ചൊരാൾ വന്നില്ലയോ, ആ ദാഹിച്ചവന്റെ ദാഹത്തകറ്റുന്നതാണ് എനിക്കുള്ള കർമ്മം. വിവസ്ത്രനായ ഒരാൾ താങ്കളുടെ അടുക്കൽ വന്നില്ലയോ, ആ വിവസ്ത്രനായ മനുഷ്യന്റെ വസ്ത്രം മുടിപ്പിക്കാനുള്ള മനസ്സ് കാട്ടിയോ, അതാണ് എനിക്കുള്ള കർമ്മം. ചിന്തിക്കേണ്ടത് സഹോദരങ്ങളെ, വിശപ്പ് അത് ആര് വിശന്നാലും അവനെ മാറ്റിക്കൊടുക്കുക, വിശപ്പ് അകറ്റിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമായ കർമ്മം.